ചിന്തിക്കേണ്ട എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നേക്ക് ഒരു 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിസ്മസ് വെക്കേഷനും കാര്യങ്ങളൊക്കെയായി. അതുകൊണ്ട് തന്നെ കുറേ പേര് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇലക്ട്രിക് സൈക്കിളൊക്കെ വാങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോണ്ടന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഹൗ ടു ചൂസ് എ കറക്റ്റ് ഇലക്ട്രിക് സൈക്കിൾ ഫോർ യു. നിങ്ങൾക്ക് എങ്ങനെ ഒരു കറക്റ്റ് നിങ്ങളുടെ ആവശ്യത്തിനായിട്ടുള്ള ഒരു ഇലക്ട്രിക് സൈക്കിൾ എങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അത് പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ എൻ്റെ പേര് ജോയൽ ജോഷി. കഴിഞ്ഞ ഒരു 7 കൊല്ലമായിട്ട് സൈക്ലിംഗ് ഫീൽഡിലുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ടൊരു സൈക്കിൾ ഷോപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പരിചയത്തിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇലക്ട്രിക് സൈക്കിൾ എടുക്കാൻ പോകുന്ന ആൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആകുന്നവരാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാം, സപ്പോർട്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് സൈക്കിൾ എടുക്കുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ എൻ്റെ ആദ്യ കാലഘട്ടങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. എങ്ങനെയാണ് ഒരു സൈക്കിൾ ചവിട്ടുന്ന ഷൂ സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു സൈക്ലിംഗ് ജേഴ്സി ചൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു സൈക്കിൾ ചൂസ് ചെയ്യേണ്ടതെന്ന് ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു 7 കൊല്ലം ഒരു 6 കൊല്ലം മുന്നൊക്കെ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കൂടുതലും എനിക്ക് അങ്ങനത്തെ ഒരു ഓർമ്മകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ പണ്ടത്തെ വീഡിയോസ് യൂട്യൂബിൽ ഓൾഡസ്റ്റ് വീഡിയോസ് അടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കാലഘട്ടത്തിൽ വീഡിയോസ് കിട്ടും. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ബഡ്ജറ്റ് നിങ്ങളുടെ എത്രയാണെന്ന് നോക്കുക. എത്ര ബഡ്ജറ്റിനുള്ള സൈക്കിൾ ഇലക്ട്രിക് സൈക്കിൾ ആണെന്ന് നിങ്ങൾ നോക്കുക. ആദ്യം തന്നെ നിങ്ങൾ ഇലക്ട്രിക് സൈക്കിൾ എന്ന് ഗൂഗിളിൽ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സൈക്കിളുകൾ ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം. ഇലക്ട്രിക് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഗൂഗിളിൽ അടിക്കുമ്പോൾ ഇലക്ട്രിക് സൈക്കിൾ എന്ന് അടിക്കുമ്പോൾ ആദ്യം തന്നെ കുറേ ഇലക്ട്രിക് സൈക്കിൾ വരും. ഇപ്പം തന്നെ ലീഡർ, സ്കൈ റൈഡർ, ഹീറോ ഇലക്ട്രോ, സ്പേസ് ബൈക്ക്, അതുപോലെ തന്നെ ഹീറോ ഇ മോട്ടോറാഡ്, ലീഡർ ഇ മോട്ടോറാഡ്, മോട്ടോ വോൾട്ട്, അർബൻ, അങ്ങനെ കുറേ വണ്ടികൾ കാണാൻ പറ്റും. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിങ്ങൾക്ക് ഫുൾ സസ്പെൻഷൻ ഇലക്ട്രിക് സൈക്കിൾ അല്ലെങ്കിൽ ഫുൾ സസ്പെൻഷൻ സൈക്കിൾ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 11,499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുൾ സസ്പെൻഷൻ സൈക്കിൾ കിട്ടും. അതൊന്നും ദയവ് ചെയ്ത് ആരും എടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം നിങ്ങൾ എന്നും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് സർവീസ് സെൻ്ററിൽ നിന്ന് ഇറങ്ങാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് പേഴ്സണലി ഞാൻ അങ്ങനത്തെ സൈക്കിൾ വിൽക്കാറില്ല, അങ്ങനത്തെ സൈക്കിൾ ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. ഫുൾ സസ്പെൻഷൻ സൈക്കിൾ നമ്മുടെ പോളിയൂട്ടൻ നമ്മുടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്, പോളിഗണിൻ്റെ ഫുൾ സസ്പെൻഷൻ ബൈക്ക്. അതാണ് ഒരു പ്രൊഫഷണൽ പോളിഗൺ ബൈക്ക്, ഫുൾ സസ്പെൻഷൻ ബൈക്ക് വരുന്നത്. ഒരു ഫുൾ സസ്പെൻഷൻ ബൈക്ക് നല്ലത് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ഒരു 75,000 രൂപ, 65,000 ആ റേഞ്ചിലാണ് ഫുൾ സസ്പെൻഷൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യണത്. നമുക്ക് ഇലക്ട്രിക് സൈക്കിളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫുൾ സസ്പെൻഷൻ ആയിട്ടുള്ള ഇലക്ട്രിക് സൈക്കിളോ കാര്യങ്ങളൊന്നും എടുക്കരുത്. എനിക്ക് കൂടുതലും വരുന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ കൂടുതലും ഇലക്ട്രിക് സൈക്കിൾ വരുന്നത് ഓഫീസ് പർപ്പസ്, എക്സസൈസ് പർപ്പസ് കാര്യങ്ങളാണ്. ഈ ഇലക്ട്രിക് സൈക്കിളിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഒരെണ്ണം സിംഗിൾ സ്പീഡും അതുപോലെ തന്നെ ഗിയറുള്ള മോഡലും ഉണ്ട്. സിംഗിൾ സ്പീഡ് ഞാനിപ്പോൾ ഈ അടുത്ത് ഞാനൊരു ബൈക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മോട്ടോ വോട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. അതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രിക് സൈക്കിൾ ഞാൻ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സിംഗിൾ സ്പീഡാണ് വരണത്. ഒരാളെ ഈ ബാക്കിൽ ഇരുത്തി ഇലക്ട്രിക് സൈക്കിൾ ഓടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണെന്നാണ് ഇത്രയും നാൾ ഒരാഴ്ച ഞാൻ ഓടിച്ചു നോക്കി. 78 കിലോമീറ്റർ അങ്ങോട്ട് ഞാൻ ഓടിച്ചു. അത്രയും കിലോമീറ്റർ ഞാൻ ഓടിച്ചതിൽ എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക് സൈക്കിള് നിങ്ങൾ ഒരു എന്താണ് നിങ്ങളുടെ യൂസ് എന്ന് ആദ്യം നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ യൂസ് ഒരു രീതിയിൽ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒരു 8 കിലോമീറ്റർ ആണ് നിങ്ങളുടെ ഓഫീസിലേക്കുള്ളത്. അല്ലെങ്കിൽ ഈവനിങ് ഒരു ലിഷർ ടൈം ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് ഓടിച്ച് നടക്കാൻ ഒരു സംഭവം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് മോട്ടോർ ബൈക്കോ അല്ലെങ്കിൽ കാറോ ഉപയോഗിക്കുന്നതിന് പകരം ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സിംഗിൾ സ്പീഡ് ഇലക്ട്രിക് സൈക്കിള് മതി. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. സിംഗിൾ സ്പീഡ് ഈ പറഞ്ഞതുപോലെ ഹീറോ ഇലക്ട്രോ, അതുപോലെ തന്നെ ഇ മോട്ടോറാഡ്, ഹോൺബാക്ക് എന്നീ ബ്രാൻഡുകളുടെ ഒക്കെ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം. ഞാൻ പേഴ്സണലി ഞാൻ എൻ്റെ ഷോപ്പിൽ നിന്നും ജോഷ് ബൈക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ നിന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഹോൺബാക്കിൻ്റെ വണ്ടികളാണ്. അവരെനിക്ക് ഇതുവരെ കൃത്യമായിട്ടുള്ള അസിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നിട്ടുള്ള കമ്പനി ആയതുകൊണ്ടാണ് ഈ മോട്ടോറാഡ് ആയിട്ടുള്ള ഇത് നമ്മൾ നോക്കുന്നുണ്ട്. അതും നല്ല ബ്രാൻഡ് തന്നെയാണ്. വൈകാതെ നമ്മുടെ ഷോപ്പിൽ അതും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ സ്പീഡ് ഇലക്ട്രിക് സൈക്കിളാണ് വരുന്നത്. ഇത് പല കാറ്റഗറി ഉണ്ട്, പല പ്രൈസ് ഉണ്ട്. അത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ആ പ്രൈസ് ആവശ്യം നോക്കാൻ വേണ്ടിയിട്ട്. ചിലത് 60 കിലോമീറ്റർ അപ് ടു 60 കിലോമീറ്ററിൽ പോകുന്ന വണ്ടികളുണ്ട്. 60 കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പെഡൽ അസിസ്റ്റൻറ്റിലാണ് 60 കിലോമീറ്റേഴ്സ് വരുന്നത്. ഒരു മിനിറ്റ്,
60 കിലോമീറ്റർ എന്ന് പറയുന്നത് പെഡൽ അസിസ്റ്റൻറ്റിൽ 60, അതുപോലെ തന്നെ 40 കിലോമീറ്റേഴ്സാണ് നമുക്ക് ത്രോട്ടിൽ മാത്രം കൊടുത്തുകൊണ്ട് അപ് ടു 40 കിലോമീറ്റേഴ്സാണ് പോണത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, കമ്പനിയിൽ നിന്നും 40 എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രോട്ടിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 40 എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ് ടു 40 എന്നാണ് അവർ പറയുന്നത്. കൃത്യം 40 കിട്ടണം എന്നില്ല. ചിലവർ കൺസ്യൂമർ കോർട്ടിലൊക്കെ കേസ് കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ഇത് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മൈലേജ് മോട്ടോർ സൈക്കിളിന് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ കമ്പനി പറയുന്നത് അപ് ടു 40 ആണെങ്കിൽ നിങ്ങളൊരു 30-35 ഒക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. എല്ലാ കമ്പനിയും അങ്ങനെയാണെന്നല്ല, ചില കമ്പനികൾ ചിലപ്പോൾ അതിനാണ് കൂടുതൽ കൊടുക്കുന്നുണ്ടാവും. 40 പറഞ്ഞാലും കൃത്യം 40 അല്ലെങ്കിൽ 45 കൊടുക്കുന്നുണ്ടാവും. അതേസമയം നിങ്ങൾ പെഡൽ അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെഡലിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും, മോട്ടറിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. മോട്ടറും പെഡലും നമ്മൾ പെഡൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മോട്ടർ സപ്പോർട്ട്, അതിൻ്റേതായ ഒരു സപ്പോർട്ട്, ഒരു ഇനീഷ്യൽ പുഷ് നിങ്ങൾക്ക് തരും. സാധാരണ ഒരു സൈക്കിൾ ചവിട്ടുന്നതിനോട് കൂടെ മോട്ടറിൻ്റെ ഒരു സപ്പോർട്ടും കൂടുതലുണ്ടാവും. അത് നമുക്ക് പല മോഡുകൾ വരുന്നുണ്ട്. പെഡൽ അസിസ്റ്റൻറ്റ് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നോക്കാം, എങ്ങനെയാണ് അതിൻ്റെ സപ്പോർട്ട് എന്തോരം വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സപ്പോർട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അത് ഓരോ സൈക്കിളിലും ഓരോ ഇതാണ്, കൂട്ടലും കുറയ്ക്കലും ഒക്കെ. അപ്പോൾ ഈ പെഡൽ അസിസ്റ്റൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിലാണ്. പക്ഷേ ഈ പെഡൽ അസിസ്റ്റൻറ്റിൽ കമ്പനി 45 കിലോമീറ്റർ ആണ് പറയണത് എങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ 50-ഉം 55-ഉം കിട്ടാം. എൻ്റെ വെയിറ്റ് ഒരു 80 കിലോ ഉള്ള സമയത്ത് 50 കിലോമീറ്റർ പറഞ്ഞ സമയത്ത് 55-ഉം 60-ഉം കിട്ടിയിട്ടുണ്ട് പെഡൽ അസിസ്റ്റൻറ്റിൽ. അത് ടെറൈൻ, അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന വെയിറ്റ്, നമ്മുടെ ഭാരം എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ഹെവി വെയിറ്റ് ഉള്ളതും ഹെവി ലഗേജും കൊണ്ടുപോകുകയാണെങ്കിൽ അതിനെക്കാട്ടും കുറയും. പെഡൽ അസിസ്റ്റൻ്റ് ഏറ്റവും ചെറുതിലിട്ടിട്ട് നിങ്ങൾ പെഡൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കിലോമീറ്റർ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ദൂരം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ നിന്ന് മൂന്നാറിലേക്ക് പോയിട്ടുണ്ട് ഇലക്ട്രിക് സൈക്കിളിൽ. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് സൈക്കിളിൽ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ഇൻ ഡെപ്ത് ആയിട്ട് അറിയാം. ഞാൻ റഫായിട്ടൊന്ന് പറഞ്ഞു പോണതാണ്. അതുപോലെ തന്നെ പെഡൽ അസിസ്റ്റൻറ്റിൽ നിങ്ങൾക്ക് 50 കിലോമീറ്റർ ആണെങ്കിൽ നിങ്ങളുടെ വെയിറ്റും ഇതെല്ലാം അനുസരിച്ച് ചിലപ്പോൾ ഒരു 60 കിലോമീറ്റർ വരെയൊക്കെ പോവാം. 50 എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിങ്ങൾ ചെറിയൊരു സപ്പോർട്ടിലാണ് ഇത് വരണത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ് ടു 60 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കമ്പനി 50 കിലോമീറ്റർ ആണ് പോകുന്നത് എന്ന് പറയുകയാണെങ്കിലും. ഇനി ഗിയർ സൈക്കിൾ വരുന്നുണ്ട്. അതിന് ഏകദേശം 40,000 അടുപ്പിച്ച് 40,000 രൂപ അടുപ്പിച്ച് വില വരുന്നുണ്ട്. 40,000 രൂപ കൊടുത്ത് ഒരു ഗിയർ സൈക്കിൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗിയർ സൈക്കിൾ ഓടിക്കുമ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി ഓഫ് ഗിയറുകൾ നമുക്കത് ചെയ്യാൻ പറ്റും. ഈ പെഡൽ അസിസ്റ്റൻറ്റിൽ ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ് നമുക്ക് ഈ ഗിയറുകളെ ഞാൻ കാണുന്നത്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രോട്ടിൽ കൊടുക്കാം, പെഡൽ അസിസ്റ്റൻറ്റ് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനാണ്, മൂന്നാമത്തെ ഓപ്ഷനാണ്, ഓരോ ഗിയറിലും ഇട്ട് നമ്മുടെ നോർമൽ സൈക്കിൾ ഓടിക്കുന്ന ആ ഒരു ലാഘവത്തിൽ നിങ്ങൾക്ക് അത് ഓടിച്ചു കൊണ്ടുപോകാം. പക്ഷേ നിങ്ങളൊരു ഗിയർ സൈക്കിൾ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ മേജർ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാറ്ററിയുടെ വെയിറ്റ് വരുന്നുണ്ട്. അതൊരു 2 കിലോ എന്തായാലും വരും. മോട്ടറിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്, സൈക്കിളിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്, നിങ്ങളുടെ വെയിറ്റ് വരുന്നുണ്ട്. ഈ എല്ലാ വെയിറ്റും വെച്ചിട്ട് വേണ്ടി വരും നിങ്ങൾ ഒരു സൈക്കിള് ചവിട്ടേണ്ടത്. പെഡൽ അസിസ്റ്റൻറ്റും ഗിയറും ഉള്ള സെയിം വണ്ടി വാങ്ങണത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം പെഡൽ അസിസ്റ്റൻ്റ് ഉള്ള ഒരു സൈക്കിളിന് ഗിയർ വേണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ദൂരം ഇലക്ട്രിക് സൈക്കിളിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ഓപ്ഷണലാണ് എന്നുണ്ടെങ്കിൽ മാത്രം, കാശുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കത് വാങ്ങാം. പക്ഷേ ഗിയർ ആക്ച്വലി ആവശ്യമില്ല ഇലക്ട്രിക് സൈക്കിളിന് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്യാം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഗിയർ വേണമെന്നില്ല ഇലക്ട്രിക് സൈക്കിൾ വാങ്ങുന്നുണ്ടെങ്കിൽ. പിന്നെ കുറേ പേര് എക്സസൈസ് പർപ്പസിന് ഇത് ചെയ്യുന്നുണ്ട്. എക്സസൈസ് പർപ്പസിന് നിങ്ങൾ ഒരു ഉദാഹരണത്തിന് ഗിയറുള്ള വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സസൈസ് പർപ്പസിന് നിങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ മേത്ത് ഒരു 10 കിലോ വെയിറ്റും ഇട്ടിട്ട് ഓടുന്ന ഫീലായിരിക്കും ഇലക്ട്രിക് സൈക്കിളിൽ ഗിയറുള്ള മോഡലിൽ ഇലക്ട്രിക് ഉപയോഗിക്കാതെ നിങ്ങൾ എക്സസൈസ് പർപ്പസിന് അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ. എക്സസൈസ് പർപ്പസിന് ഇലക്ട്രിക് സൈക്കിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റേ ശുദ്ധ മണ്ടത്തരാണ്. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയാറുണ്ട്, എക്സസൈസ് പർപ്പസ് ആണെങ്കിൽ നിങ്ങളൊരു ഹൈബ്രിഡോ MTBയോ
ചൂസ് ചെയ്യുക. അത് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഇപ്പോൾ ഒരു 4 സൈക്കിൾ പോയിട്ടുണ്ട്. അതും നമുക്ക് 2 വർഷം വാറണ്ടി, നമ്മുടെ മോട്ടറിനും 1 വർഷം അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അങ്ങനെയായിട്ടാണ് ഇതിന് വരുന്നത്. ആ ഒരു സെഗ്മെൻറ്റ് ഓഫ് ഇതിന് വരണത്, വാറണ്ടി പീരീഡ് വരണത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കംപ്ലൈൻറ്റ് വരാത്ത വണ്ടികളല്ല, കംപ്ലൈൻറ്റ് വരും. കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈനായിട്ടാണോ ഓഫ്ലൈനായിട്ടോ ആണോ പർച്ചേസ് ചെയ്യണത്, റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് ആക്ച്വലി ഈ സാധനം റീപ്ലേസ് ചെയ്യുക. ഇപ്പം മോട്ടറൊക്കെ റീപ്ലേസ് ചെയ്യാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടർ മാറ്റി വയ്ക്കുന്ന ഒരാളെ കണ്ടുപിടിച്ച് അത് സെറ്റ് ചെയ്യണം. റീപ്ലേസ് ചെയ്ത് പ്രൊഡക്റ്റ് കിട്ടും. പ്രൊഡക്റ്റ് കിട്ടിയതുകൊണ്ടായില്ല, ആ സാധനം റീപ്ലേസ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാനുള്ളൊരു ടെക്നീഷ്യനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ആഫ്റ്റർ സർവീസും നിങ്ങൾ അതൊരു പേഷ്യൻസ് വേണ്ട ഒരു സംഭവമാണ് ഈ ഇലക്ട്രിക് സൈക്കിൾ പർച്ചേസ് ചെയ്യുമ്പോൾ. ചിലപ്പോൾ എനിക്ക് ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എത്തിച്ചു തരാൻ പറ്റും. എന്നാലും ഇത് മാറ്റി ഇടാൻ അറിയുന്ന ഒരു ടെക്നീഷ്യനെ, ഇവരൊക്കെ നമ്മളിപ്പോൾ സർവീസ് സപ്പോർട്ടൊക്കെ വാട്സപ്പ് ത്രൂ, വീഡിയോ കോൾ ത്രൂ ആണ് ഇവർ സപ്പോർട്ട് ചെയ്യണത്. എന്നെ ആയാലും അല്ലെങ്കിൽ ആരും ഇങ്ങോട്ട് വന്ന് ചെയ്യുന്നില്ല, നമ്മൾ തന്നെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് ഇതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ പേഷ്യൻസ് തീരെ ഇല്ലാത്ത ആൾ ഒരു ഇലക്ട്രിക് സൈക്കിൾ എടുത്തിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നിങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് 2 ദിവസം അങ്ങനെ വിളിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇവരെയൊക്കെ കണക്ട് ചെയ്ത് കിട്ടി അവിടെ നിന്ന് പ്രോസസ്സ് ചെയ്തേയുള്ളൂ. ഇപ്പം നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുവരാം. റീപ്ലേസ്മെൻറ്റ് എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയിൽ നിന്ന് എനിക്ക് ഡയറക്റ്റ് ഒരാളെ ഇൻ പേഴ്സൺ ഒരാളെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് എന്താ ഇഷ്യൂ എന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ, ഏത് ഷോപ്പിൽ നിന്നായാലും എടുക്കുമ്പോഴുള്ള ഗുണം വരണത്. അതേസമയം ഓൺലൈൻ ആകുമ്പോൾ ഈ ടോൾ ഫ്രീ നമ്പറും അതും കഴിഞ്ഞ് അതിൻ്റെ കമ്പനിയിലേക്ക് കണക്റ്റായി കമ്പനിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് വേറെ ടെക്നീഷ്യനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അപ്പോൾ ഇലക്ട്രിക് സൈക്കിൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ഗിയറുള്ള വണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. സിംഗിൾ സ്പീഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പല മോഡലും പല യൂസ്ഫുൾ ആയിട്ടുള്ള വണ്ടികൾ വരുന്നുണ്ട്. ഈ ഹോൺബാക്കിൻ്റെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു ഇലക്ട്രിക് സൈക്കിൾ ചൂസ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇലക്ട്രിക് സൈക്കിളിൽ ഹോൺബാക്ക്, ഈ മോട്ടോറാഡ്, പിന്നെ ഇപ്പോൾ ഒരു വീർ ബൈക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നൊരു കമ്പനിയിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബൈക്കാണ്. ഞാൻ കുറച്ചുകൂടി അത് അറിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അതും നമുക്ക് കൂടുതൽ സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഇലക്ട്രിക് സൈക്കിൾ ചൂസ് ചെയ്യുമ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഈ ബ്രാൻഡുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും സ്പെസിഫൈഡ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു MTB സൈക്കിളോ ഹൈബ്രിഡ് സൈക്കിളോ ചെയ്യുന്ന ആളിനെക്കാട്ടും കൂടുതൽ സ്പെയറും അസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനത്തെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സൈക്കിള് ഉണ്ടാക്കുന്ന കമ്പനിയിലേക്ക് കുറച്ചുകൂടിയും ഇതുണ്ടാവും, ഇൻഫ്ലുവൻസ് അല്ലെ നമുക്ക് കുറച്ചുകൂടിയും ആൾക്കാരും സപ്പോർട്ടും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഹോൺബാക്ക്, ഈ മോട്ടറാഡ്, പിന്നെ ഈ പറഞ്ഞ വീർ ബൈക്സ് എന്നുള്ളൊരു ബൈക്സിൻ്റെ കമ്പനിയാണ്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നാൾ മുന്നേ പരിചയപ്പെട്ടതാണ്. ഒരു കമ്പനി ഒരു കോൺവെർസേഷനിൽ സംഭവിച്ചതാണ്, അറിഞ്ഞതാണ്. അപ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കമ്പനിയിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ ഗിയർ സൈക്കിൾ വാങ്ങണോ ഗിയർ സൈക്കിൾ വാങ്ങണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ഇതാണ്. നിങ്ങൾ യുക്തി പോലെ ചിന്തിച്ചിട്ട് നിങ്ങളുടെ യൂസ് അനുസരിച്ചിട്ടാണ് വരുന്നത്. ഗിയർ സൈക്കിള് എക്സസൈസ് പർപ്പസിനും ഗിയർ സൈക്കിളും വാങ്ങുന്നതിൻ്റെ ഇത് ഞാൻ പറഞ്ഞു. ഗിയർ സൈക്കിളും എക്സസൈസ് പർപ്പസും നമ്മളെ ഒരു 10 കിലോ മേത്തിട്ട് ഓടിക്കുന്ന റൺ ചെയ്യുന്ന ഒരു പ്രതീതിയാണ് നമ്മൾ ഈ ഗിയർ സൈക്കിള്, ഇലക്ട്രിക് സൈക്കിള് ഗിയറുള്ള മോഡൽ ഓടിക്കുമ്പോൾ ഉള്ളത്. കാരണം അത്രയും വെയിറ്റ് വഹിച്ചിട്ട് വേണം നമ്മളത് ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇലക്ട്രിക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത് എക്സസൈസ് പർപ്പസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കമ്മ്യൂട്ട് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ബ്രീഫിങ്, ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കുറേ പേര് ഇലക്ട്രിക് സൈക്കിളിനെ കുറിച്ച് എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അറിയിക്കുക. സോ സ്റ്റേ ട്യൂൺഡ്. കിടിലൻ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് സുഹൃത്തുക്കളെ. ഞാൻ ചെറിയൊരു ഒരു ബ്രീഫിങ് തന്നതാണ്, എങ്ങനത്തെ സൈക്കിളാണ് വാങ്ങേണ്ടത് എന്നുള്ളത് അറിയാനുള്ളൊരു എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇത് ചെയ്തതാണ്. ഒരു സൈക്ലിംഗ് വ്ളോഗർ എന്നുള്ളൊരു നിലയിലുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഞാൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.